ഇന്റഗ്രേറ്റഡ് ലേണിംഗിന്റെ CU സ്റ്റുഡൻസിന്റെ ഭാഗമായിട്ടുള്ള സ്വപ്ന ക്യാമ്പസുകളിലെ വിശേഷങ്ങൾ നേരിട്ടറിയാം എന്ന സീരീസിലെ ആദ്യ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വിശേഷങ്ങളാണ്. അപ്പൊ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അക്കാഡമിക് എക്സലൻസ് കൊണ്ടും സമ്പന്നമായ ഹിസ്റ്ററി കൊണ്ടും അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഡൽഹി യൂണിവേഴ്സിറ്റി. ഏകദേശം 91ഓളം കോളേജുകളാണ് ഡിയുന്റെ കീഴിൽ വരുന്നത്. അപ്പം ഡൽഹി യൂണിവേഴ്സിറ്റീൻ്റെ ഏറ്റവും വലിയ ഫീച്ചേഴ്സ് പറയുമ്പം അവിടുത്തെ ഒരു വൈബ്രന്റ് ക്യാമ്പസ് ലൈഫും അതേപോലെ തന്നെ റീസെർച്ചിനും സോഷ്യൽ ഇമ്പാക്റ്റിനും എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതുമാണ്. അതുപോലെ നമ്മളെ പ്രൈം മിനിസ്റ്റർ ഷാറൂഖ് ഖാൻ ഒക്കെ പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി. അപ്പം ഞാൻ അധികം പറഞ്ഞു നീട്ടി വലിക്കുന്നില്ല. ഡൽഹി യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ട് വിശദമായി പറഞ്ഞു തരാൻ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് 2 ഗസ്റ്റുകളാണ്. അപ്പൊ ഞാൻ വെൽക്കം ചെയ്യുന്നു ഷിഫാന. ഷിഫാന ഇപ്പം ഡിയുന്റെ കീഴിലുള്ള ആചാര്യ നരേന്ദ്രദേവ് കോളേജിൽ PSc ഹോണേഴ്സ് മാത്തമാറ്റിക്സ് 4ാം വർഷ വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ ഷിഫാനയെ ഞാൻ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നജ ഫാത്തിമ ഡിയുന്റെ കീഴിലുള്ള രാജധാനി കോളേജിൽ PA പൊളിറ്റിക്കൽ സയൻസ് 3rd ഇയർ വിദ്യാർത്ഥിനിയാണ്. അതുപോലെ തന്നെ പോളിഗ്രേഡ് ലേണിംഗിന്റെ ഫസ്റ്റ് ബാച്ചിലെ സ്റ്റുഡന്റ് കൂടിയാണ് നജ ഫാത്തിമ. നജ ഫാത്തിമാനെയും ഞാൻ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്യാല്ലേ? ഓഡിയബിൾ അല്ലേ? യെസ്, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. കാണുന്നില്ലേ ഇപ്പോ? ഹലോ. യെസ് ഷിഫാന, ഓക്കെ ആണ്. ഓക്കെ ഓക്കെ. സോ ആദ്യം തന്നെ പോളിഗ്രേഡിന് ഒരുപാട് നന്ദി പറയാണ്. അതായത് ഒരു ഡൽഹി യൂണിവേഴ്സിറ്റിനെ പറ്റി സംസാരിക്കാൻ ഒരു അവസരം എന്നതിൽ നന്ദി പറയാണ്. അപ്പോ ഞാന് ബേസിക് ആയിട്ട് ആദ്യം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് ഷിഫാന. ഞാനിപ്പോ നിലവില് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ആചാര്യ നരേന്ദ്രദേവ് കോളേജിൽ BSc മാത്സ് 4th ഇയർ സ്റ്റുഡന്റ് ആണ്. ഞാൻ നാട്ടില് മലപ്പുറത്താണ്. മലപ്പുറത്ത് പാണക്കാടാണ് എന്റെ വീട്. ഞാൻ അധികം ഇതാക്കാണ്ട് തന്നെ കാര്യത്തിലേക്ക് കിടക്കും. ഞാൻ CUET എൻട്രൻസ് എക്സാമുമായി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. അത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെ പറ്റി ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിനെ പറ്റി പറഞ്ഞതിന്റെ ശേഷം ഞാൻ എന്ത് ചെയ്യാം, ലാസ്റ്റിക്ക് എക്സാമിന്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, നേരത്തെ ഇൻട്രൊഡക്ഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ലെഗസി കൊണ്ട് ഒരുപാട് മുന്നോട്ട് നിൽക്കുന്ന ക്യാമ്പസ് തന്നെയാണ്. അതായത് മറ്റുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് കോളേജുകൾ വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പൊ JNU ആയിക്കോട്ടെ, ജാമിയ ആയിക്കോട്ടെ, അലിഗഡ് ആയിക്കോട്ടെ. അലിഗഡിന് പിന്നെ ഓഫ് ക്യാമ്പസ് ആയിട്ട് പെരിന്തൽമണ്ണ അങ്ങനെ വരുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ ഒറ്റൊരു യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആണ്. പക്ഷെ DU എന്ന് പറയുന്നത് ഏകദേശം 91 കോളേജുകളും പിന്നെ 86 ഡിപ്പാർട്ട്മെന്റ്, അതായത് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്, അത് ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ ആയിട്ട് 86 ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ആയിട്ട് വരുന്ന, നാട്ടിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോലെ തന്നെ സെപ്പറേറ്റ് കോളേജുകളായിട്ട് വരുന്ന ഒരു സ്ട്രക്ചർ ആണ് DUൻ്റെത് ഉള്ളത്. പിന്നെ DUന്റെ അപ്ലൈ ചെയ്യാനുള്ള സമയങ്ങളോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല. കാരണം CUT എക്സാം എഴുതി റിസൾട്ട് വന്നതിന്റെ ശേഷം നമ്മൾ നാട്ടിലൊക്കെ +2, ഐ മീൻ ഇതിൽ അധികം ഉള്ളത് UGക്കാരാണോ PGക്കാരാണോ? PGക്കാരുണ്ടോ ഇതില്? ആരെങ്കിലും മൈക്ക് ഓൺ ആക്കിയിട്ട് പറഞ്ഞാൽ നന്നാവും തോന്നുന്നു. കാരണം അവർക്ക് എക്സാമിന്റെ ഓക്കെ. ഇപ്പോ നമ്മൾ SLCക്ക് ശേഷം നമ്മൾ നാട്ടില് ഹയർ സെക്കൻഡറിയിലൊക്കെ അലോട്ട്മെന്റ് കൊടുക്കുന്ന പോലെ തന്നെ ഓരോ യൂണിവേഴ്സിറ്റീസും അവരുടെ എന്ത് ചെയ്യും, റിസൾട്ട് വന്നതിന്റെ ശേഷം അലോട്ട്മെന്റ് വിളിക്കും. ആ സമയത്ത് ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ സൈറ്റിൽ കയറിയിട്ട് രജിസ്റ്റർ, അതാണ് ഫസ്റ്റത്തെ പ്രൊസീജിയർ ആയിട്ട് വരുന്നത്. ആ രജിസ്റ്റർ ചെയ്യുമ്പോൾ 3 ഫേസസ് ഉണ്ട്. അത് ഞാൻ റിസൾട്ട് വന്നതിന്റെ ശേഷമുള്ള കാര്യങ്ങൾ അപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോ ഫസ്റ്റത്തെ ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ ഡൽഹിയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്, അതായത് രാജ്യ തലസ്ഥാനത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഐ മീൻ ഹിസ്റ്റോറിക്കൽ ആയിക്കോട്ടെ, അതുപോലെ എഡ്യൂക്കേഷൻ, അതായത് ഒരു എഡ്യൂക്കേഷൻ ഹബ്ബായിട്ടാണ് ബേസിക് ആയിട്ട് ഡൽഹിനെ കാണുന്നത്. ഇപ്പോൾ ഡൽഹി തന്നെ വേറെയും യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ലൈക്ക് ജാമിയ, JNU, പിന്നെ ജാമിയ അംദർദ് യൂണിവേഴ്സിറ്റി ഉണ്ട്, പിന്നെ അശോക യൂണിവേഴ്സിറ്റി, അങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റി, ഐ മീൻ ഡൽഹി യൂണിവേഴ്സിറ്റി കൂടാതെ ഒരുപാട് യൂണിവേഴ്സിറ്റിയിൽ ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പൊ അതന്നെ എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട്, അതായത് ഡൽഹി യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ തന്നെ നമുക്ക് അക്കാഡമിക്കലി വേറെ യൂണിവേഴ്സിറ്റീസിൽ ഇന്റേൺഷിപ്പും റിസർച്ചും ചെയ്യാനുള്ള ഒരു അവസരം
കിട്ടുന്നുണ്ട്. അത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഡൽഹിയിൽ പഠിക്കുമ്പോൾ മാത്രം കിട്ടുന്നതാണ്. അതാണ് ഫസ്റ്റത്തെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഡൽഹിയിലെ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്ത്. പിന്നെ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ടോട്ടല് 95 കോളേജുകളാണുള്ളത്. ആ കോളേജിൽ തന്നെ നോർത്ത് ക്യാമ്പസ്, സൗത്ത് ക്യാമ്പസ്, പിന്നെ ഓഫ് ക്യാമ്പസ്. മെയിൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നോർത്ത് ക്യാമ്പസ് വരും, അതുപോലെ സൗത്ത് ക്യാമ്പസും വരും. പിന്നെ അതുപോലെ 86 ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. ലാംഗ്വേജസ് ആയിട്ട് അങ്ങനെ 86 ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. ഈ കോളേജുകൾ കൂടാതെ തന്നെ 86 ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റുകൾ വരുന്നത് നോർത്ത് ക്യാമ്പസിന്റെ അടുത്താണ്. അതുപോലെ സൗത്ത് ക്യാമ്പസിന്റെ അടുത്തായിട്ട് കുറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ആണ്. പക്ഷെ മെജോറിറ്റി ഓഫ് ഡിപ്പാർട്ട്മെന്റുകളായിട്ട് വരുന്നത് നോർത്ത് ക്യാമ്പസിലാണ്. പിന്നെ റാങ്കിങ്ങിന്റെ കാര്യം, ഈ NIRF റാങ്കിങ്ങിന്റെ കാര്യത്തിലായിക്കോട്ടെ, ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് എപ്പോഴും മുന്നോട്ട് നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ്. അപ്പോ അതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ മെയിൻ ഫീച്ചേഴ്സ് ആയിട്ടുള്ളത്. ഇനി ഫാക്കൽറ്റീസിനെ പറ്റി, അതായത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റീസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മെജോറിറ്റി ഓഫ് ഫാക്കൽറ്റീസും ഫോറിൻ യൂണിവേഴ്സിറ്റിന്നും അതുപോലെ തന്നെ മറ്റു യൂണിവേഴ്സിറ്റിന്നും ഒക്കെ PhD ഡോക്ടറേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള. ഇപ്പൊ എന്റെ കോളേജിൽ തന്നെ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫാക്കൽറ്റീസ് ഒക്കെ സ്വന്തമായിട്ട് ലാബുള്ള, ഡോക്ടറേറ്റ് കാര്യങ്ങൾ സ്വന്തമായിട്ട് ലാബുള്ള, ഹൈ ആയിട്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള ഫാക്കൽറ്റീസ് ആണ്. അതിന്റെ ഗുണം, അതിന്റെ ഒരു ഇതെന്താ വെച്ചാല് നമുക്ക് ഡയറക്റ്റ് ഇപ്പൊ എന്റെ കോളേജിൽ നമുക്കൊരു എലൈറ്റ് എന്ന് പറഞ്ഞൊരു റിസർച്ചിന്റെ ഒരു സെല്ലുണ്ട്. അപ്പോൾ നമ്മൾ ഫാക്കൽറ്റീസിന്റെ അണ്ടറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് റിസർച്ച് ഇന്റേൺ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. കാരണം ഓൾക്ക് സ്വന്തമായിട്ട് ലാബ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫെസിലിറ്റി എന്ന് പറഞ്ഞാല് ഡ്യൂലെ മെജോറിറ്റി ഓഫ് കോളേജിലും ഉള്ള ഫാക്കൽറ്റീസിന്റെ പ്ലസ് പോയിന്റ് ആണത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ യൂണിവേഴ്സിറ്റിന്റെ അകത്ത് നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഇന്റേൺഷിപ്പ്, റിസർച്ച് കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. പിന്നെ പിന്നെ കോളേജിന്റെ ഒരു മെയിൻ ഇതെന്ന് പറയുന്നത് വൈഫൈ ആക്സസ് ആയിക്കോട്ടെ, പിന്നെ അതുപോലെ തന്നെ കഫേസ് ഒക്കെ വിത്തിൻ ക്യാമ്പസ് തന്നെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ മെയിൻ ആയിട്ടുള്ള സാധനം എന്താന്ന് വെച്ചാൽ ലൈബ്രറി ആക്സസ് ആണ്. അതായത് എല്ലാ യൂണിവേഴ്സിറ്റി എല്ലാ കോളേജിലും ആയിക്കോട്ടെ, നമുക്ക് ഏത് രീതിക്കുള്ള നമ്മളെ സബ്ജക്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ സബ്ജക്റ്റിന് പുറത്തുള്ള ആയിക്കോട്ടെ, എന്തായാലും നമുക്ക് ഹയർ ലെവലിലുള്ള ബുക്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അത് തികച്ചും നമ്മളെ പഠിക്കുമ്പോൾ തന്നെ നമ്മള് ഹയർ ലെവലായിട്ടുള്ള ചിന്തിക്കാനും കാര്യങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. പിന്നെ ഡിയുവിന് എന്തുണ്ട്, ഒരു വേൾഡ് ക്ലാസ് സ്പോർട്സ് കോംപ്ലക്സ് ഉണ്ട്. അതായത് സ്പോർട്സ് ഒക്കെ ഫോക്കസ് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് അത് എന്തുകൊണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്പോർട്സ് സാർമാരൊക്കെ ആയിട്ട് എന്ന് പറഞ്ഞാൽ നാഷണൽ അവാർഡ് ജേതാക്കന്മാരായിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ ഫാക്കൽറ്റീസ് ആയിട്ട് വരുന്നത്. പിന്നെ അതായത് അക്കാഡമിക്സ് മാത്രമല്ല, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും DU ഒരുപാട് ഇത് വഹിക്കുന്നുണ്ട്. ലൈക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഈ ക്ലബുകൾ പോലെ ഇവിടെ ഒരുപാട് സൊസൈറ്റികൾ ഉണ്ട്. ഒരുപാട് സൊസൈറ്റികൾ, ലൈക്ക് ഇപ്പൊ ഇനി ഫാഷന് കാര്യങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഫാഷൻ സൊസൈറ്റി ഉണ്ട്. പിന്നെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി സെല്ല്, അങ്ങനെ ഒരുപാട് ഇന്റേൺഷിപ്പ് സെല്ല്, അതുപോലെ പ്ലേസ്മെന്റ് സെല്ല്, അങ്ങനെ ഒരുപാട് സൊസൈറ്റികൾ, അതായത് നമ്മൾ നാട്ടിലൊന്നും ഇതുവരെ കേൾക്കാത്ത ഒരുപാട് സൊസൈറ്റികൾ ഉണ്ട്. അതുപോലെ NCC, NSS, അത് അങ്ങനെ ഈ നാട്ടിലൊക്കെ NCC, NSSലുള്ള ആൾക്കാർ എന്തായാലും CUET അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതും കൂടെ ഫോക്കസ് ചെയ്ത് അതൊരു പ്ലസ് പോയിന്റ് ആക്കിയിട്ട് ഫോക്കസ് ചെയ്തിട്ട് കൊടുക്കാൻ ആരും വിട്ടു പോകരുത്. കാരണം അതൊക്കെ എന്താ വെച്ചാൽ കോട്ടയിൽ വരുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഒരുപാട്, അതായത് അപ്പാർട്ട് ഫ്രം എഡ്യൂക്കേഷൻ അപ്പുറത്ത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും ഡൽഹി യൂണിവേഴ്സിറ്റി ഇതുപോലെ സൊസൈറ്റി കാര്യങ്ങൾ കൊണ്ട് എപ്പോഴും മുമ്പിലാണ്. പിന്നെ മെയിൻ ആയിട്ടുള്ള പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പഠിച്ച് അതിന്റെ ഒപ്പം ഉള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് പ്ലേസ്മെന്റ് സെല്ല് എന്ന് പറയുന്നത്. അതായത് മെജോറിറ്റി ഓഫ് കോളേജ്, അതായത് എല്ലാ കോളേജും ഞാൻ പറയുന്നില്ല, മെജോറിറ്റി ഓഫ് കോളേജിലും എന്തുണ്ട്, ജോബ് പ്ലേസ്മെന്റ് സെല്ല് ഉണ്ട്. അതായത് ആഫ്റ്റർ നമ്മളെ ഗ്രാജുവേഷന് നമ്മൾ ഏത് കമ്പനിക്കാണോ അത് റിക്രൂട്ട് ചെയ്തത്. അതിൽ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ SRCC പറഞ്ഞിട്ടൊരു കോളേജ് ഉണ്ട്. ആ ഒരു കൊമേഴ്സ് കോളേജ് ആണ്. ആ കോളേജിലുള്ള ഏകദേശം 100% തന്നെ നമുക്ക് പറയാൻ പറ്റും, 100% കുട്ടികൾ എന്താണ് പ്ലേസ്ഡ് ആവുന്നുണ്ട്. അതായത് ഓരോരോ കമ്പനിക്ക്, അതായത് ഹൈ ലെവൽ കമ്പനിക്ക് പ്ലേസ്ഡ് ആവുന്നുണ്ട്. ഇതാണ് DUവിന്റെ ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള കാര്യങ്ങള്. ഇനി ഞാൻ സംസാരിക്കുന്ന ഇടയിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഏതെങ്കിലും കാര്യങ്ങൾ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് Q&Aയിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ DUവിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കോളേജിനെ പറ്റി ഒരു ധാരണ ഉണ്ടാവുക എന്നുള്ളതാണ്.
കാരണം എനിക്ക് പറ്റിയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ഞാൻ പറയാം. ഞാൻ CUET-ന്റെ ഫസ്റ്റത്തെ ബാച്ചാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നാട്ടില് CUET അതായത് എങ്ങനെയെന്നുള്ളത് ആർക്കും വലിയ ധാരണ ഒന്നുമില്ല. അപ്പൊ ഇന്ന് പറഞ്ഞാല് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, നമുക്ക് ചോദിക്കാനും പറയാനും, ഐ മീൻ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അവിടെ യൂണിവേഴ്സിറ്റിയിലുള്ള മലയാളി കുട്ടികൾ തന്നെ. ഇപ്പൊ ഞാനൊക്കെ പഠിച്ച ഐ മീൻ നമ്മളൊക്കെ ഫസ്റ്റിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ CUET എക്സാമിന്റെ പാറ്റേണോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ ശേഷം എന്താണെന്നുള്ളത് നമ്മുടെ സീനിയേഴ്സിനോ ആർക്കും കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോ അതുകൊണ്ട് തന്നെ ഞാനൊക്കെ എക്സ്പീരിയൻസ് ചെയ്തൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ നാട്ടിൽ വിചാരിച്ചെന്ന് വെച്ചാൽ ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ റാങ്കിങ് എന്ന് പറഞ്ഞാൽ ഓക്കെ, യൂണിവേഴ്സിറ്റി റാങ്കിങ് അവിടെയുള്ള എല്ലാ കോളേജുകളും ഒരേ റാങ്കിങ് ആണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു. ഇത് ഞാൻ കൃത്യമായിട്ട് ഒരുപക്ഷെ ഗൂഗിളിലോ യൂട്യൂബിലോ ഞാൻ നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കറക്റ്റ് ആൽഫബറ്റിക് ഓർഡറിലാണ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, കോളേജ് സെലക്ട് ചെയ്തിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതാണ് ഫസ്റ്റത്തെ പ്രിഫറൻസ് ആയിട്ടുള്ള ആചാര്യ നരേന്ദ്രദേവ് കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. പക്ഷെ അതിൽ കിട്ടിയത് സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് കുറച്ചൊരു റിഗ്രറ്റ് ഉണ്ടായിനി. കാരണം നോർത്ത് ക്യാമ്പസ് സൗത്ത് ക്യാമ്പസ് ഒക്കെ ഐ മീൻ നോർത്ത് ക്യാമ്പസ് ഒക്കെ ഹയർ റാങ്കിങ് കിട്ടാനുള്ള മാർക്ക് ഉണ്ടായിട്ടും ഞാൻ കൊടുത്തത് ആൽഫബറ്റിക് ഓർഡർ ആസ് എ പ്രിഫറൻസ് പ്രകാരം ഫസ്റ്റ് ആണ്. പിന്നെ എനിക്ക് അവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ പഠിക്കല്ലാണ്ട് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഫസ്റ്റിലൊക്കെ റിഗ്രറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ വാട്ട് എവർ ഇപ്പൊ ഞാൻ അതിന് ഗ്രേറ്റ്ഫുൾ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം എല്ലാ കൊണ്ടും ഇപ്പൊ ഓക്കെയാണ്. പക്ഷെ നോർത്ത് ക്യാമ്പസിൽ പഠിക്കാൻ പറ്റാത്ത റിഗ്രറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു തെറ്റ് ഇനി ആരും ആവർത്തിക്കാണ്ടിരിക്കുക. കാരണം ഇന്ന് എന്ന് പറഞ്ഞാല് CUET-നെ പറ്റി പറഞ്ഞു തരാനും മറ്റുമായിട്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഐ മീൻ ഒരുപാട് ഗൈഡ് ചെയ്യാനും കാര്യങ്ങൾക്ക് ഒരുപാട് ഇതുണ്ട്. അപ്പൊ അവസരങ്ങൾക്ക് മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, DUന്റെ അണ്ടറിൽ നോർത്ത് ക്യാമ്പസ്, സൗത്ത് ക്യാമ്പസ്, ഓഫ് ക്യാമ്പസ് ഇങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അതിൽ നോർത്ത് ക്യാമ്പസും സൗത്ത് ക്യാമ്പസും ആണ് മെയിൻ ആയിട്ട്, ഓഫ് ക്യാമ്പസുകൾ കുറച്ചേ ഉള്ളൂ. അപ്പൊ അതില് ടോട്ടൽ കോളേജുകൾ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 91 കോളേജുകളാണ് ടോട്ടൽ ഉള്ളത്. അതില് ഞാൻ ഈ 91 കോളേജുകളും നോർത്ത് സൗത്ത് എന്നുള്ളത് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നില്ല, കാരണം അതിന് കുറെ ടൈം എടുക്കും. ഞാൻ മെയിൻ ആയിട്ടുള്ള നോർത്ത് ക്യാമ്പസിലും സൗത്ത് ക്യാമ്പസിലും റാങ്കിങ്ങിൽ വരുന്ന ഒരു 5-6 കോളേജുകളെ പേര് ഞാൻ പറയാം. ആ കോളേജിനെ കുറിച്ച് ഞാൻ കുറച്ച് പറയാം. ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും സബ്ജക്ട് വൈസ് ഇതുണ്ടെന്നുണ്ടെങ്കിൽ, കോളേജ് വൈസ് അറിയണം എന്നുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങൾ ഡൗട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞുതരാം. ഇപ്പൊ നോർത്ത് ക്യാമ്പസിൽ മെയിൻ ആയിട്ട് റാങ്കിങ്ങിൽ വരുന്നത് സെന്റ് സ്റ്റീഫൻസ് കോളേജ്, പിന്നെ അതുപോലെ തന്നെ മിറാണ്ട, പിന്നെ SRCC, ഹിന്ദു കോളേജ്, പിന്നെ ദൗലത് റാം കോളേജ്, ഇങ്ങനെ ഉള്ള ഒരു 5-6 കോളേജുകളാണ് ഐ മീൻ റാങ്കിങ്ങിൽ എപ്പോഴും ഫസ്റ്റിൽ വരല്. പിന്നെ സൗത്ത് ക്യാമ്പസ് പറയുകയാണെന്നുണ്ടെങ്കിൽ LSR കോളേജ്, ലേഡി ശ്രീറാം കോളേജ്, പിന്നെ കമല നെഹ്റു, പിന്നെ ഗാർഗി കോളേജ്, അങ്ങനെ ഷെയ്ദ് രാജ്ഗുരു കോളേജ്, ഇങ്ങനെ ഒരു 4-5 മീൻസ് ഇനിയുണ്ട് റാങ്കിങ് താഴേക്ക് വരും. ആചാര്യ നരേന്ദ്ര കോളേജ്, ദേശബന്ധു കോളേജ്, രാമാനുജൻ കോളേജ്, അങ്ങനെ അങ്ങനെ താഴേക്ക് വരും. ഞാൻ കുറഞ്ഞ കോളേജ് മാത്രമേ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോ നിങ്ങൾ എപ്പോഴും കോളേജ് പ്രിഫർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റോ അതിൽ ഏറ്റവും ടോപ്പ് ആയിട്ട് നിൽക്കുന്ന ഡിപ്പാർട്ട്മെന്റ് തന്നെ, ഐ മീൻ ഡിപ്പാർട്ട്മെന്റ് ഏത് കോളേജിലാണോ ഉള്ളത് അത് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്ത് ചെയ്തത്, ഞാൻ ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്ത് ചെയ്ത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോ ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന DUല് റാങ്കിങ്ങിൽ ടോപ്പ് ആയിട്ട് വരുന്ന കോളേജുകൾ. ഞാൻ ജസ്റ്റ് ഐ മീൻ ഓരോ കോളേജിനെ പറ്റി ഓരോരോ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ പറഞ്ഞുതരാം. ഇനി സെന്റ് സ്റ്റീഫൻ കോളേജ് അത് പറഞ്ഞാല് ബേസിക്കലി ഒരു ക്രിസ്ത്യൻ കോളേജ് ആണ്. അപ്പോ ഈ ക്രിസ്ത്യൻ മൈനോറിറ്റിയിലുള്ള ആൾക്കാർക്ക് ആ റിസർവേഷൻ വെച്ച് കൊടുത്താല് പെട്ടെന്ന് കിട്ടും. അപ്പോ ക്രിസ്ത്യൻ മൈനോറിറ്റിയിൽ വരുന്ന ആളുകൾ ആ കോട്ട കൊടുക്കാൻ മറക്കരുത്. സെന്റ് സ്റ്റീഫൻ കോളേജ് DU തന്നെ റാങ്കിങ്ങിൽ നോർത്ത് ക്യാമ്പസിൽ എപ്പോഴും മുന്നോട്ട് വരുന്ന ഒരു ക്യാമ്പസ് ആണ്. ദെൻ സെക്കൻഡ് ആയിട്ട് വരുന്നത് ഹിന്ദു കോളേജ്. ഹിന്ദു കോളേജിലും നോർമൽ ആയിട്ട് ആർട്സ് കോഴ്സ്, സയൻസ് കോഴ്സ്, അങ്ങനെ അങ്ങനെ കോമേഴ്സ് കോഴ്സുകളാണ് ഹിന്ദു കോളേജ്. അതുപോലെ രാമാനുജൻ, കിരോരിമാൾ കോളേജ്, ഇതെല്ലാം നോർത്ത് ക്യാമ്പസിൽ വരുന്ന ടോപ്പ് ആയിട്ട് വരുന്ന കോളേജുകളാണ്. പിന്നെ വരുന്നത് അൻസ്രാജ് കോളേജ് ആണ്. ഈ അൻസ്രാജ് കോളേജിലുള്ള സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ആന്ത്രപ്പോളജി കോഴ്സും പിന്നെ അതുപോലെ ജിയോളജി കോഴ്സും DUല് ആകെ ഈ ഒരു കോളേജിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ആരെങ്കിലും ആന്ത്രപ്പോളജി അല്ലെങ്കിൽ ജിയോളജി ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അൻസ്രാജ് കോളേജിലാണ്. കോളേജിന്റെ വെബ്സൈറ്റിൽ കയറിയാൽ ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. പിന്നെ SRCC ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്ലേസ്മെന്റ് സെല്ലുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞില്ല, അതായത് ഇവിടെ പഠിക്കുന്ന ഏകദേശം 90-99 അടുത്തുള്ള ആൾക്കാർ എന്തായാലും പ്ലേസ്ഡ് ആവുന്നുണ്ട്. ഈ കോളേജിൽ ഒരു കൊമേഴ്സ് കോളേജ് ആണ്. ഈ കോളേജിൽ ആകെ രണ്ട് കോഴ്സ് ആകെ പഠിപ്പിക്കുന്നുള്ളൂ. അതായത് എക്കണോമിക്സ് ഓണേഴ്സും
പിന്നെ അതുപോലെ ബികോം ഹോണേഴ്സും. ഈ ഹോണേഴ്സ് കോഴ്സിനെ പറ്റി അധികം ആദ്യം മെൻഷൻ ചെയ്യാൻ വിട്ടതാണ്. ഈ നാട്ടിൽ ഇപ്പോ അതായത് ഇപ്പത്തെ സെക്കൻഡ് ഇയേഴ്സ് ആണ് തോന്നുന്നു ഹോണേഴ്സ് കോഴ്സ് ആയിട്ട് വരുന്നത്. ഹോണേഴ്സ് കോഴ്സ് ഇപ്പൊ ഡിയുലാണെന്നുണ്ടെങ്കിൽ ഞങ്ങള് എന്റെ ബാച്ച് പറഞ്ഞാൽ ഇപ്പൊ 4th ഇയർ ആണ്. 4th ഇയറിൽ അതിന്റെ മുമ്പുള്ള സീനിയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 3 ഇയർ ഹോണേഴ്സ് ആയിരുന്നു. ഞങ്ങൾ എന്ന് പറഞ്ഞാല് 4 ഇയർ ഹോണേഴ്സ് പ്ലസ് റിസർച്ച് ആണ് ഞങ്ങളെ 4th ഇയറിന്റെ ഇപ്പത്തെ NEP വരുന്ന ആൾക്കാർ. ഈ ഓണേഴ്സ് കോഴ്സ് എന്ന് പറഞ്ഞാല് ഒരു സബ്ജക്റ്റിന്റെ ഡെപ്ത് ആയിട്ടുള്ള നോളജ് വരുന്ന കോഴ്സുകളാണ് ഹോണേഴ്സ് കോഴ്സ് എന്ന് പറയുന്നത്. ഡിയുല് ഏകദേശം എല്ലാ കോഴ്സുകളും എന്താണ് ഹോണേഴ്സ് കോഴ്സ് ആണ്. ചില കോഴ്സ് പ്രോഗ്രാം ആയിട്ട് നമ്മൾ 2 സബ്ജക്ട് 3 സബ്ജക്ട് ഒക്കെ കമ്പൈൻ ചെയ്ത് പഠിക്കുന്ന കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ 3 ഇയർ കൊണ്ട് ഹോണേഴ്സ് കിട്ടൂല. ഓല് 4 ഇയർ ഡിഗ്രി എടുക്കണം നിർബന്ധമാണ്. ഇപ്പോ മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ് ഹിസ്റ്ററി അങ്ങനത്തെ പ്രോഗ്രാം 2 സബ്ജക്ട് കമ്പൈൻ ചെയ്തിട്ട് അല്ലാത്ത ഒറ്റ സബ്ജക്റ്റുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 3 ഇയർ എടുത്താൽ തന്നെ എന്താണ് ഹോണേഴ്സ് കോഴ്സ് കിട്ടും. പിന്നെ 4 ഇയർ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഹോണേഴ്സ് പ്ലസ് റിസർച്ച് അങ്ങനെയാണ് വരിക. ഇനി ഡിയുലെ വുമൻസ് കോളേജുകൾ ഉണ്ട്. മെയിൻ ആയിട്ട് വരുന്ന വുമൻസ് റാങ്കിങ്ങിലായിക്കോട്ടെ മുമ്പോട്ട് വരുന്ന കോളേജ് എന്ന് പറയുന്നത് മിറാണ്ട ഹൗസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ദൗലത് റാം കോളേജ്, ഇത് രണ്ടും നോർത്തിലാണ്. പിന്നെ LSR കോളേജ് അത് സൗത്തിലാണ് വരുന്നത്. പിന്നെ ഇന്ദ്രപ്രസ്ഥ കോളേജ് അതും നോർത്തിലാണ് വരുന്നത്. പിന്നെ ജീസസ് ആൻഡ് മേരി കോളേജ് ഉണ്ട്. ഇതും ഒരു ക്രിസ്ത്യൻ കോളേജ് ആണ്. അപ്പൊ അവിടെയും നേരത്തെ ഞാൻ സെന്റ് സ്റ്റീഫൻ പറഞ്ഞ പോലെ തന്നെ എന്തുണ്ട് അവിടെ ക്രിസ്ത്യൻ മൈനോറിറ്റീസിന് എന്തുണ്ട് പരിഗണന ഉണ്ട്. മീൻസ് അവർക്ക് റിസർവേഷൻ കോട്ട ഉണ്ട്. അപ്പൊ അവിടെ എന്ത് ചെയ്യാ പെൺകുട്ടികളായിട്ടുള്ള ഈ ജീസസ് മേരീസിൽ പെൺകുട്ടികളായിട്ടുള്ള ക്രിസ്ത്യൻ മൈനോറിറ്റി ആൾക്കാർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതും കൂടെ ശ്രദ്ധിക്കുക. പിന്നെ കൂടുതലായിട്ട് മലയാളികൾ ഇപ്പൊ കണ്ടുവരുന്ന ഒരു കോളേജ് എന്ന് പറഞ്ഞാൽ ജാക്കിർ ഹുസൈൻ കോളേജ് ആണ്. ഒരു ഓഫ് ക്യാമ്പസ് ആണ്. അപ്പോ മെജോറിറ്റി ഓഫ് ഇവിടെ ലാംഗ്വേജ് അറബി ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് ജാക്കിർ ഹുസൈനിൽ അറബി കോഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡിയുല് അറബി കോഴ്സ് അധികം വരുന്നത് ഡിപ്പാർട്ട്മെന്റിലാണ്. കോളേജിൽ കുറഞ്ഞ കോളേജിൽ മാത്രമേ അറബിക് ഇതുള്ളൂ. അപ്പൊ ജാക്കിറിലാണ് അറബി കോഴ്സ് വരുന്നത്. പിന്നെ വരുന്നത് ഇപ്പോ ലാംഗ്വേജ് ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ പോലെ ലാംഗ്വേജ് ആയിട്ടുള്ള കോഴ്സുകൾ ഉണ്ട്. പൊതുവേ ലാംഗ്വേജിന് നമ്മൾ ചൂസ് ചെയ്യുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാല് ഹൈദരാബാദുള്ള ഹിഫ്ലു പിന്നെ അതുപോലെ തന്നെ JNU ഒക്കെയാണ്. അത് JNU ഒക്കെ പറയുമ്പോൾ ഒന്നും കൂടെ റാങ്കിങ് കൂടുതലാണ്. ഇപ്പൊ അങ്ങനെ ആർക്കെങ്കിലും ലാംഗ്വേജ് കോഴ്സസ് പഠിക്കാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡിയുവിൽ എന്തുണ്ട് അതിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജർമ്മനിക് ആൻഡ് റൊമാനിക് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ അതില് ബേസിക് ആയിട്ട് BA ഹോണേഴ്സ് ഫ്രഞ്ച് സ്പാനിഷ് ജർമ്മന് ഇറ്റാലിയൻ അങ്ങനെ ഇതുപോലുള്ള ലാംഗ്വേജ് കോഴ്സസുകളും ഡിയുല് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതാണ് ഒരു അക്കാഡമിക് ആയിട്ടുള്ള ഡിയുവിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ആ ഡെപ്ത്ക്ക് ഞാൻ കവർ ചെയ്തിട്ടില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കവർ ചെയ്ത് പോയിട്ടുള്ളത്. ഇനി ഡിയുവിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അതായത് CUET റിസൾട്ട് വന്നതിന്റെ ശേഷം എങ്ങനെയാണ് ഡിയുവിന്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എന്നുള്ളത് ഞാൻ ബ്രീഫ് ആയിട്ട് പറയുന്നുള്ളൂ. കാരണം ഇപ്പൊ ഞാൻ phase 1 phase 2 phase 3 അങ്ങനെ കുറെ പറയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആവും. അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കാണ്ട് ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് DU അഡ്മിഷൻ എടുക്കുന്നത് ഡിയുവിന്റെ പറഞ്ഞാല് അതായത് കോമൺ സീറ്റ് അലോക്കേഷൻ സിസ്റ്റം എന്നുള്ള CSI പോർട്ടലിലാണ് ഡിയുവിന്റെ അഡ്മിഷൻ. അതായത് CUETന്റെ റിസൾട്ട് വന്നതിന്റെ ശേഷം DU എന്ത് ചെയ്യും അതിന്റെ പോർട്ടൽ ഓപ്പൺ ആക്കും. ഓപ്പൺ ആക്കുന്ന സമയത്ത് 3 ഫേസ് ത്രൂ ആണ് എന്ത് ചെയ്യുക ഡിയുവിന്റെ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആവുക. അതായത് phase 1 ചെയ്യാൻ ഒരു പെർട്ടിക്കുലർ ടൈം ഉണ്ടാവും. ആ ടൈം കഴിഞ്ഞ ശേഷം phase 2 ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ടൈം, അങ്ങനെ phase 3 അങ്ങനെ 3 സ്ട്രക്ചർ ആയിട്ടാണ് ഡിയുവിന്റെ അഡ്മിഷന്റെ എക്സാമിന്റെ പ്രൊസീജിയേഴ്സ് വരിക. അതിൽ phase 1 എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഡീറ്റെയിൽസ് പേഴ്സണൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനാണ്. അതില് നമ്മൾ ഫസ്റ്റിൽ എന്ത് ചെയ്യണം CUETക്കൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അക്കൗണ്ട് ലോഗിൻ ചെയ്ത പോലെ തന്നെ ഡിയുവിന്റെ സൈറ്റ് കയറ്റി നമ്മൾ ലോഗിൻ ചെയ്യണം. ആ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഹോൾ ടിക്കറ്റിലുള്ള എങ്ങനെയാണോ പേര് ഡീറ്റെയിൽസ് ഉള്ളത് ആ തന്നെ ഇതിൽ വന്ന് നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് വന്നിക്കണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അങ്ങനെ ആദ്യം ഫസ്റ്റത്തെ phase 1 നമ്മൾ ബേസിക് ഡീറ്റെയിൽസും പിന്നെ ഒരു ഡിയുവിൽ ഇപ്പൊ ഇതുവരെ നമ്മളെ OBC-കാർക്കൊക്കെ 250 അങ്ങനെയൊക്കെയാണ് എന്ത് രജിസ്ട്രേഷൻ ഫീ വരല്. മേ ബി ഒരു വർഷം കൂടാനും കുറയാനും ഒക്കെ സാധ്യത ഉണ്ട്. ഇപ്പൊ 250 രൂപയാണ് രജിസ്ട്രേഷൻ ഫീ വരുന്നത്. അങ്ങനെ പേഴ്സണൽ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്തതിനു ശേഷം 250 രൂപ രജിസ്ട്രേഷൻ ഫീ അതാണ് phase 1 ചെയ്യുന്നത്.
ഫേസ് 2 സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോളേജുകളും നമ്മളെ കോഴ്സുകളും സെലക്ട് ചെയ്യേണ്ടത്. ആ സമയത്താവുമ്പോൾ നമ്മൾ ഏതൊക്കെയാണ് കോളേജുകൾ കൊടുക്കേണ്ടത്, ഏതൊക്കെയാണ് കോഴ്സ് നമ്മൾ എടുക്കേണ്ടത്, കാര്യങ്ങൾ കൃത്യമായിട്ട് ധാരണ വേണം. പിന്നെ മൂന്നാമത്തേത് എന്ന് പറഞ്ഞാല് നമ്മളെ ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യലാണ്. NCL പോലുള്ള സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ +2ന്റെ മാർക്ക് ലിസ്റ്റ്. +2ന്റെ ഒക്കെ മാർക്ക് ലിസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് +2ന്റെ ബോർഡ് എക്സാമിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണുന്ന രീതിക്ക് തന്നെ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ DUന്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാല് കോമൺ സീറ്റ് അലോക്കേഷൻ സിസ്റ്റം വഴിയാണ്. അതെന്ന് പറയുന്നത് ഇപ്പോ ഇപ്പത്തെ ഞാൻ PG-ക്കാരുണ്ടോ ചോദിച്ചത്, UG-ക്കാരാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു പെർട്ടിക്കുലർ കോഴ്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ BSc മാത്സ് ഹോണേഴ്സാ, അപ്പൊ ഞാൻ എക്സാം CUET മാത്സ് മാത്രം എഴുതിയാൽ പോരാ. ഞാൻ ഫിസിക്സ് എഴുതണം, കെമിസ്ട്രി എഴുതണം, മാത്സ് എഴുതണം, ലാംഗ്വേജ് സബ്ജക്റ്റ് ആയിട്ട് ഒരു സബ്ജക്ട് എഴുതണം. ഇതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഞാൻ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ലിസ്റ്റ് 1 ലിസ്റ്റ് 2 ഏതൊക്കെയാണ് ക്രൈറ്റീരിയ, അത് അവനവന്റെ കോഴ്സ് അനുസരിച്ച് അവനാ നോക്കുക. ഓരോ കോഴ്സിനും ഓരോ ഇതാണ്. അങ്ങനെ ഒരുപാട്, അതായത് നമ്മളെ കോഴ്സിന്റെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞത് ഒരു ടെസ്റ്റ് മാത്രം എഴുതല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള ടെസ്റ്റ് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഏറ്റവും DUലൊരു മീൻസ് ഒരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്ത് പറഞ്ഞാല്, ഇപ്പൊ DUല് എക്കണോമിക്സ് ഓണേഴ്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ +2 എന്ത് പഠിക്കണം, മാത്സ് ഉള്ള കൊമേഴ്സ് അല്ലെങ്കിൽ മാത്സ് പഠിച്ച ആൾക്കാർക്ക് മാത്രമേ +2 എക്കണോമിക്സ് പഠിക്കാം, ഇവിടെ എക്കണോമിക്സ് ഓണേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ അതൊക്കെ എന്താ വെച്ചാൽ നമ്മള് സബ്ജക്ട്, അതായത് സബ്ജക്ട് മാപ്പിംഗ് എന്നുള്ളൊരു ഇതുണ്ട്. അതായത് നമ്മൾ +2 പഠിച്ചതും നമ്മൾ എക്സാമിന് എഴുതുന്നതുമായി സബ്ജക്ട് മാപ്പ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ എന്താണ് മാപ്പ് ചെയ്ത് അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ CSI, അതായത് കോമൺ സീറ്റ് അലോക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഇത് മാത്രമല്ല. ഒരു കോഴ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് അതുമായി ബന്ധപ്പെട്ട എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഓരോ കോഴ്സിനും നമ്മൾ ഏതാണെന്നുള്ളത് പോർട്ടൽ നോക്കിയാൽ മനസ്സിലാവും. ആ എക്സാം സബ്ജക്ട് മൊത്തം നമ്മൾ എഴുതണം. അതായത് അതിലുണ്ടാവും ലിസ്റ്റ് 1 ലിസ്റ്റ് 2 എന്ന് പറഞ്ഞിട്ട് 2 ലിസ്റ്റുകൾ ഉണ്ടാവും. ആ ലിസ്റ്റിൽ നോക്കിയിട്ട് നമ്മൾ എലിജിബിലിറ്റി ഏതാണെന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക, എക്സാമിന് കൊടുക്കുക, CUET എക്സാമിന് കൊടുക്കുക. കാരണം പല ആളുകളും അത് നോക്കാണ്ടാണ് എക്സാം എഴുതിയിട്ട് CUET കൊടുക്കാൻ വേണ്ടി ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ പോർട്ടലിൽ കയറുന്ന സമയത്ത് എലിജിബിൾ ആവൂല. എലിജിബിൾ ആവാത്തെന്ന് വെച്ചാൽ എക്സാം എഴുതാത്തോടത്തോളം കാലം ഓൽക്ക് എഴുതാൻ പറ്റൂല, DUല് കൊടുക്കാൻ പറ്റൂല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരു കുട്ടി ഇതുപോലെ തന്നെ എക്സാം എഴുതി ഡൽഹി യൂണിവേഴ്സിറ്റി പഠിക്കണം എന്നുള്ളത് ഭയങ്കര അതിയായി ആഗ്രഹിച്ചു വന്നൊരു കുട്ടിയായിരുന്നു. പക്ഷെ ആസ് പെർ എലിജിബിലിറ്റി എക്സാം എന്ത് എഴുതിയിട്ടില്ല, DUല് എഴുതാനുള്ള ഫിസിക്സ് കെമിസ്ട്രി ഇതില് ഒരു സബ് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എഴുതാത്ത സ്ഥിതിക്ക് തന്നെ അല്ലാണ്ട് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് യൂണിവേഴ്സിറ്റി പോയ ഒരു ഹോപ്പ് ഉണ്ട് എന്നൊക്കെ, എന്തെങ്കിലുമൊക്കെ റെഡി ആക്കാൻ നിൽക്കാം. പക്ഷെ അല്ലാണ്ട് എന്തില്ല, എലിജിബിലിറ്റിന്റെ ബേസിക് ആയിട്ടുള്ള ക്രൈറ്റീരിയകൾ മീറ്റ് ചെയ്യാത്തോടത്തോളം കാലം ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ രണ്ടാമത് ഇപ്പൊ ഈ ഒരു CUET പ്രിപ്പയർ ചെയ്യാണ് ആ കുട്ടി. അതായത് അന്ന് ആ ഒരു എലിജിബിലിറ്റി കാര്യങ്ങൾ നോക്കാതെ കൊടുത്തതിന്റെ പ്രശ്നമാണ്. പിന്നെ പിന്നെ അങ്ങനെ ഈ 3 ഫേസും കഴിഞ്ഞു. 3 ഫേസും കഴിഞ്ഞാല് DU എന്ത് ചെയ്യും, ഫസ്റ്റ് ട്രയൽ അലോട്ട്മെന്റ് പുറത്തുവിടും. ട്രയൽ അലോട്ട്മെന്റ് പുറത്തു വിട്ടാല് അതിൽ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും, നമ്മളെ റാങ്കിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. അതില് ആ ട്രയൽ അലോട്ട്മെന്റ് വന്നാല് നമുക്ക് എന്തെങ്കിലും എഡിറ്റ്സ്, പ്രിഫറൻസിൽ എന്തെങ്കിലും എഡിറ്റ്സ് വരുത്താനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ റാങ്കിങ്, അതായത് ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞാല് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ വരും. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഇപ്പൊ നമുക്ക് ഒരു സീറ്റ് കിട്ടിയ ഒരു കോളേജിൽ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യ കോളേജ് ആചാര്യ നരേന്ദ്രദേവ് കോളേജിൽ BSc മാത്സ് ഓണേഴ്സിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. അത് എനിക്ക് ഓക്കെ ആണ്. എനിക്ക് ഇനി ഫർദർ ആയിട്ടുള്ള വേറെ ഇതൊന്നും കൊടുക്കണ്ട എന്നുള്ള രീതിക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഫ്രീസ് ഓപ്ഷൻ കൊടുക്കുക. 3 ഓപ്ഷൻസ് ഉണ്ടാവുക, ഫ്രീസ് ഓപ്ഷന്, അപ്ഗ്രേഡ്, ക്യാൻസൽ, വിത്ഡ്രോ എന്നുള്ള ഓപ്ഷനാണ് ഉണ്ടാവുക. അതിൽ ഞാൻ കിട്ടിയതിൽ ഞാൻ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, എനിക്ക് അത് ഫ്രീസ് ചെയ്യാം. അല്ലാണ്ട് ഞാൻ ഹയർ പ്രിഫറൻസ് നോക്കണം എന്നുണ്ടെങ്കിൽ അപ്ഗ്രേഡ് ഓപ്ഷൻ കൊടുക്കണം. അപ്ഗ്രേഡ് ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ എന്താവുള്ളൂ, അടുത്ത അലോട്ട്മെന്റിൽ പരിഗണിക്കുള്ളൂ. ഇതിപ്പോ ഫ്രീസും അല്ല, വിത്ഡ്രോയും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത അലോട്ട്മെന്റിൽ എന്ത് ചെയ്യില്ല, പരിഗണിക്കൂല. നമുക്കിനി ഈവൻ ആ ഒരു ഓപ്ഷൻ സാറ്റിസ്ഫൈ അല്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, അത് സീറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് അപ്ഗ്രേഡോ അല്ലെങ്കിൽ ഫ്രീസ് കൊടുക്കണോ എന്നുള്ളതിൽ നമ്മൾ എന്തായാലും ചെയ്യണം. പിന്നെ അടുത്തത് എന്ന് പറയുന്നത്, ഇപ്പൊ DUല് ആർക്കെങ്കിലും ഇപ്പൊ CSE പോർട്ടൽ ഓപ്പൺ ആക്കുന്ന സമയത്ത് ആരെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഫസ്റ്റത്തെ അലോട്ട്മെന്റ് കഴിഞ്ഞ് സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ DU മിഡ് എൻട്രി എന്നുള്ള ഒരു ഇത് തുറക്കും.
ഒരു അത് ആ സമയത്ത് നേരത്തെ നമ്മൾ 250 രൂപയാണ് രജിസ്ട്രേഷൻ ഫീ ഉണ്ടെങ്കിൽ ഇപ്പോ 1000 രൂപ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രജിസ്റ്റർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റിലാവുമ്പോൾ നമുക്ക് എല്ലാ സീറ്റ് വാക്കൻസി എല്ലാം ഫുൾ ഉണ്ടാവും. പക്ഷെ ഇത് പറഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെന്റിലും സെക്കൻഡ് അലോട്ട്മെന്റിലും അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള സീറ്റിക്ക് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പ്ലസ് എക്സ്ട്രാ പൈസ, അതായത് ഇവിടെ 1000 രൂപയ്ക്ക് രജിസ്ട്രേഷന് വരിക. പിന്നെ ഇനി വരുന്നത് കോളേജില് ഹോസ്റ്റൽ കാര്യങ്ങളാണ്. ഡിയുല് എങ്ങനെയാണ് ഹോസ്റ്റൽ കാര്യങ്ങളാണ്. അതില് ഡിയുല് കുറഞ്ഞ കോളേജ്, അതായത് 10-15 കോളേജ്, ഏകദേശം 91 കോളേജില് 10-15 കോളേജിൽ മാത്രമേ ഡിയുല് ഹോസ്റ്റൽ ഫെസിലിറ്റി ഉള്ളൂ. ഈ ഹോസ്റ്റലില് മലയാളികൾക്ക് തന്നെ കിട്ടുക എന്നുള്ളത്, മലയാളികൾ പൊതുവെ ഹോസ്റ്റലിൽ നിൽക്കുന്ന സിസ്റ്റം, ഡിയുവിന്റെ ഹോസ്റ്റലിൽ നിൽക്കുന്ന സിസ്റ്റം വളരെ കുറവാണ്, ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ഭയങ്കര അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇത്ര 2-3 ആൾക്കാർക്കൊക്കെയാണ് ഹോസ്റ്റലിൽ കിട്ടുക. അത് തന്നെ കുറഞ്ഞ കോളേജുള്ള മാത്രമേ ഹോസ്റ്റലുള്ളൂ. എസ്പെഷ്യലി നോർത്ത് ക്യാമ്പസിൽ വരുന്ന കോളേജുകൾ മാത്രമേ എന്തുള്ളൂ, ഹോസ്റ്റൽ ഫെസിലിറ്റി ഉള്ളൂ. അപ്പൊ പൊതുവെ ഇവിടെ മലയാളികളായിട്ടുള്ള ആൾക്കാര് മീൻസ് ഇവിടെ അഡ്മിഷൻ എടുത്ത ആൾക്കാർ ഇങ്ങനെ ഫ്ലാറ്റ് ഷെയർ ചെയ്തിട്ട് നിൽക്കുക, അല്ല എന്നുണ്ടെങ്കിൽ PGയിലൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ഇനിയിപ്പോ അതിന്റെ ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാല് 7000 അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ട്, 5000 രൂപക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ 10000 അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അത് കംപ്ലീറ്റ്ലി നമ്മളെ എക്സ്പെൻസും കാര്യങ്ങളും അതനുസരിച്ചിരിക്കും. പിന്നെ ഹോസ്റ്റലാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഒരു വർഷത്തിന് ചിലപ്പോ അതായത് 60 മുതൽ 80,000 വരെയാണ് ഏകദേശം ഉള്ള ഒരു കണക്ക് എന്ന് പറയുന്നത്. അത് ഇയർലി എന്താവാം, മാറാം. കാരണം പിന്നെ നമുക്ക് അവിടെ ഒരു പ്രശ്നമായിട്ട് വരാ അവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ കയറാം. അതൊക്കെ മുന്നിൽ കണ്ടിട്ട് തന്നെ ഡിയുല് പഠിക്കാൻ വരുന്ന കുട്ടികൾ പൊതുവെ എന്താ ചെയ്യല് വെച്ചാല് പുറത്ത് ഫ്ലാറ്റ് എടുത്ത് നിൽക്കലാണ്. പിന്നെ ജാമിയ JNU ഒക്കെ ഉള്ള മെജോറിറ്റി ഓഫ് കുട്ടികളും പോലെ ഹോസ്റ്റൽ അക്കോമഡേറ്റ് ചെയ്യാനാണ് ശ്രദ്ധിക്കല്. പക്ഷെ ഡിയുത്തെ കുട്ടികൾ പൊതുവെ പുറത്ത് ഫ്ലാറ്റ് എടുത്താണ് നിൽക്കല്. അപ്പൊ ഇത്രയാണ് പൊതുവെ എനിക്ക് ഡൽഹിനെ പറ്റി പറയാനുള്ളത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ? അതായത് ഞാൻ ഏതെങ്കിലും ഏരിയകൾ കവർ ചെയ്യാൻ വിട്ടുപോയിട്ടായിട്ടോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി പറയാം. ഡൗട്ട് ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ആക്കിയിട്ട് ചോദിക്കാട്ടോ. ഹലോ ഹലോ, എന്തെങ്കിലും ഹലോ പറയുന്നുണ്ടോ? പറയ്. ഒരു ഡൗട്ട് ഇല്ലേ, പറയ്. ഡിയുല് നമ്മളെ ഈ UG കോഴ്സിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയില് ജനറൽ ഇല്ലല്ലോ, ജനറൽ ഇല്ല ആപ്റ്റിറ്റ്യൂഡ് ഇല്ല ടെസ്റ്റ് വേണ്ടല്ലോ, ഇല്ല ഡിയുല് സബ്ജക്റ്റിന്റെ ഇല്ല. മാർക്ക് മാത്രമല്ലേ? സബ്ജക്ട് മാത്രം മതി. പിന്നെ ഇപ്പോ PGക്കാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ലോ പോലുള്ള എക്സാമിന് ജനറൽ പേപ്പർ ആണ് ക്രൈറ്റീരിയ. UGക്ക് ജനറൽ പേപ്പർ എന്തല്ല ക്രൈറ്റീരിയ അല്ല. പക്ഷെ നിങ്ങള് എന്റെ അഭിപ്രായത്തില് നിങ്ങള് കൊടുക്കണം, ജനറൽ ടെസ്റ്റിന് എന്തായാലും എക്സാം അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയന്. കാരണം വേറെ പല യൂണിവേഴ്സിറ്റീസും ക്രൈറ്റീരിയ ജനറൽ പേപ്പർ വെക്കലുണ്ട്. അപ്പൊ അത് എഴുതാത്തത് കൊണ്ട് വേറെ യൂണിവേഴ്സിറ്റീസ് മിസ് ആവരുത്. അപ്പൊ എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണം, ജനറൽ പേപ്പറും കൂടെ എഴുതിക്കോളി. അതിന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. പക്ഷെ ഡിയുല് എന്തില്ല, ജനറൽ പേപ്പർ ആവശ്യമില്ല. അതേ ഉണ്ടായിരുന്നുള്ളൂ ഡൗട്ട്. താങ്ക് യു. ഹോണേഴ്സ് പ്ലസ് റിസർച്ച് 4 ഇയർ ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്നുള്ളത് അല്ലെ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഹോണേഴ്സ് കോഴ്സ് എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റിന്റെ ഡെപ്ത് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ എക്സാമിന് സമയത്ത് നമ്മൾ നോക്കും, അതായത് ഒരു സബ്ജക്ട് കിട്ടിയാൽ നമ്മൾ നാട്ടിലുള്ള സിലബസും കൂടെ കവർ നോക്കുമ്പോ സമയത്ത് ഇവിടെ ഹോണേഴ്സ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഒന്നും കൂടെ സബ്ജക്ട് നോളജ് ഉണ്ട്, മീൻസ് സബ്ജക്ട് ഡെപ്ത് ഒക്കെ ഇറങ്ങിപ്പോവും. അത് ഹോണേഴ്സ് കോഴ്സ് പ്ലസ് റിസർച്ച് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് യുജിന്റെ സമയത്ത് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് റിസർച്ച്, അതായത് നമ്മൾ പൊതുവെ PGന്റെ സമയത്താണ് റിസർച്ച് കാര്യങ്ങളെല്ലാം പറയല്. ഇത് നമുക്ക് UGക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ റിസർച്ച് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഡെസേർട്ടേഷന് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ബേസിക് ആയിട്ടുള്ള ഇപ്പോഴത്തെ ഹോണേഴ്സ് പ്ലസ് റിസർച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ബെനിഫിറ്റ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട്, അതായത് ഈ ഒരു കോഴ്സ്, കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ 4 ഇയർ കോഴ്സ് വരുന്നത് DU ആണ്. അതായത് ഞങ്ങളെ ബാച്ച് ആണ് ഫസ്റ്റത്തെ 4 ഇയർ കോഴ്സ്.
അപ്പോ ഞങ്ങളെ കൊണ്ട് ഇവരെന്താ ചെയ്യുന്നു എന്നുള്ളത് യൂണിവേഴ്സിറ്റി, ഐ മീൻ അത് നമുക്ക് നെക്സ്റ്റ് ഇയർ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഡിയുവിൽ ഇപ്പോ 1 ഇയർ PG വന്നിട്ടുണ്ട്, പക്ഷെ അതിന്റെ സിലബസ്, അതിന്റെ ക്രൈറ്റീരിയ കാര്യങ്ങൾ DU പുറത്ത് വിട്ടിട്ടില്ല. അപ്പൊ അതും കൂടെ കൺഫേം ചെയ്താലാണ് 4 ഇയർ എടുത്തിട്ട് കാര്യമുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ വാട്ട് എവർ, ഇതിന്റെ ഹോണേഴ്സ് പ്ലസ് റിസർച്ചിന്റെ ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ നമുക്ക് UG പഠിക്കുന്ന സമയത്ത് തന്നെ എങ്ങനെയൊക്കെയാ റിസർച്ച് ചെയ്യാൻ പറ്റുക കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. മീൻ വിത്തൗട്ട് PG ആവുന്ന സമയത്ത് നമ്മൾ ഒന്നും കൂടെ ഹെക്റ്റിക് ആണ്, ഒന്നും കൂടെ അഡ്വാൻസ്ഡ് ആണ് കാര്യങ്ങളൊക്കെ. പക്ഷെ UGന്റെ സമയത്ത് കമ്പയറിങ് PG അത്ര ഹെക്റ്റിക് അല്ല. ആ ഹെക്റ്റിക് അല്ലാത്ത സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെസേർട്ടേഷനും കാര്യങ്ങളൊക്കെ വൃത്തിക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ളത്. ബാക്കിയുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാ എന്നുള്ളത് DUലാണല്ലോ ഫസ്റ്റത്തെ 4 ഇയർ. അപ്പൊ ഞങ്ങളെ കൊണ്ട് എന്താണ് ഇവർ ഈ ഒരു 1 ഇയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആഫ്റ്റർ ഈ ഒരു വർഷം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. ഇനി വേറെന്താ ചോദിച്ചത്? ഒരു ചോദ്യം കൂടെ കാണുന്നുണ്ട്, മാത്തമാറ്റിക്സിന് ഏതാണ് ബെസ്റ്റ് കോളേജ് എന്ന് ചോദിച്ചിട്ട്. മാത്സിന് ബെസ്റ്റ് കോളേജ് മീൻസ് നോർത്തിൽ ഉള്ള കോളേജുകൾ തന്നെയാണ് ഞാൻ പറയാ. മീൻസ് ഐ മീൻ മിറാണ്ട ഹൗസ്, പിന്നെ അതുപോലെ അൻസരാജ് കാര്യങ്ങളൊക്കെ ഉള്ള ബെസ്റ്റ് കോളേജ് ഞാൻ സജസ്റ്റ് ചെയ്യാം. പക്ഷെ ഇന്റെ കോളേജ് ഒരു ബെനിഫിറ്റ് എന്താന്ന് വെച്ചാല് ഇന്റെ കോളേജിൽ പക്ക സയൻസ് കോളേജ് ആണ് ഇന്റെ കോളേജ്. DUവിൽ തന്നെ കുറഞ്ഞ കോളേജ് മാത്രമേ ഉള്ളൂ പക്ക സയൻസ് കോളേജ് ആയിട്ടുള്ളത്. പക്ഷെ ഇന്റെ കോളേജില് സയൻസ് കോളേജ് ആയത് കൊണ്ട് തന്നെ സയൻസ് കോഴ്സുകൾക്ക് അത്രയും ഇവര് ടോപ്പിൽ എത്തിക്കും. അതായത് അക്കാഡമിക്കലി ഐ മീൻ ഞങ്ങൾക്ക് റിസർച്ച് സെൽ എന്ന് പറഞ്ഞൊരു സെല്ലുണ്ട്. അത് ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയർ മുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസർച്ചുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്റെ കോളേജ് ബേസിക്കലി മാത്സ് ഡിപ്പാർട്ട്മെന്റ് അടിപൊളിയാണ്. പക്ഷെ റാങ്കിങ്ങിൽ ഒരു പക്ഷെ മാത്സ് ഡിപ്പാർട്ട്മെന്റ് ANTC കണ്ടോണം എന്നില്ല. പക്ഷെ ഞാൻ അവിടെ പഠിച്ചപ്പോ 4th ഇയർ ആയതിന്റെ ബേസിൽ പറയാം മാത്സ് ഡിപ്പാർട്ട്മെന്റിന് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് ANTC തോന്നിയിട്ടുണ്ട്. അല്ലാണ്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഹൻസ്രാജ്, പിന്നെ മിറാണ്ട ഹൗസ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള കോളേജുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നമ്പർ ഞാൻ ഷെയർ ചെയ്യാം. ഇനി എന്തെങ്കിലും പേഴ്സണൽ ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നെ കണക്ട് ചെയ്യാം. ഞാൻ ഇവിടെ ഇവരേറ്റും കൊടുക്കുന്നുണ്ട് നമ്പർ. വേറെ എന്തെങ്കിലും സംശയങ്ങൾ? ഹലോ, സോറി, പറയുന്നത് കേൾക്കുന്നില്ലല്ലോ. ക്ലിയർ ആവുന്നില്ല. ഇംഗ്ലീഷ് എഴുതണമെന്നല്ലേ പറയുന്നേ? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? ബിക്കോസ് ക്ലിയർ ആയിട്ടില്ല, ഒന്നും കേൾക്കുന്നില്ല. ഇഫ് പോസിബിൾ ചാറ്റ് ബോക്സിൽ മെസ്സേജ് ആക്കിയിട്ട് ഇടാൻ പറ്റുമോ? കാരണം നിങ്ങളെ വോയിസ് എല്ലാം ബ്രേക്ക് ആവുന്നുണ്ട്. കേൾക്കുന്നില്ലല്ലോ? ആരും ഒന്നും പറയുന്നൊന്നുമില്ലല്ലോ? ഒന്നും പറയാം ഇപ്പൊ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പൊ ഇനി ആർക്കും ഡൗട്ടൊന്നും ഇല്ല എന്ന് വിചാരിക്കണു. ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പം താങ്ക് യു ഷിഫാന. ഷിഫാന നല്ല അടിപൊളിയായിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, എല്ലാം പോയിന്റ് ഔട്ട് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനി അടുത്തതായിട്ട് ഞാൻ നജ ഫാത്തിമേനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് വെൽക്കം ചെയ്യുന്നു. ഹലോ, ഓഡിബിൾ ആണോ? അതെ അതെ, ഓഡിയബിൾ ആണ്. ഗുഡ് ഈവനിങ്. മൈസെൽഫ് നജ ഫാത്തിമ. ഞാനിപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ 3rd ഇയർ BA പൊളിറ്റിക്കൽ സയൻസ് ഓണേഴ്സ് വിദ്യാർത്ഥിയാണ്. ഞാൻ ബേസിക്കലി ഞാനൊരു പോളിഗ്രേഡ് പ്രൊഡക്റ്റ് ആണ്. ഞാൻ UG
UG പ്രിപ്പയർ ചെയ്തതും പോളിഗ്രേഡ് എന്നാണ്. ഇപ്പം പൊളിറ്റിക്കൽ സയൻസ് ആണോ പ്രിപ്പയർ ചെയ്യുന്നത്? നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ? നോക്കട്ടെ ഒരു minute. ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടുണ്ട്. ആയിപ്പോയി. ആ, അതെ. ഇപ്പൊ ഇപ്പൊ ക്ലിയർ ഓക്കെ ആണ്. ആണോ? ഇപ്പൊ ഓക്കെയാണ്. ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ. നിങ്ങൾ ഏതായാലും പൊളിറ്റിക്കൽ സയൻസ് ആണോ പ്രിപ്പയർ ചെയ്യുന്നത്? എല്ലാ സബ്ജക്റ്റിലുള്ളവരുണ്ട് നജ. ഓക്കെ ഓക്കെ. സോ ഞാൻ +2 പഠിക്കുമ്പോഴാണ് ഞങ്ങളെ സീനിയേഴ്സ് ആണ് ഫസ്റ്റ് ആയിട്ട് CUTക്ക് വേണ്ടിയിട്ട് CUT എക്സാം എഴുതുന്നത്. ഞങ്ങൾ സെക്കൻഡ് ബാച്ച് ആണ്. ഞാൻ +2 പഠിക്കുമ്പോഴാണ് എന്താ CUTനെ പറ്റി അറിയുന്നത്. പക്ഷെ ആർക്കും അത്ര അറിവൊന്നുമില്ല ലൈക്ക് CUTന്റെ പാറ്റേണും ഒന്നും. അപ്പോഴാണ് പോളിഗ്രേഡിനെ പറ്റി അറിയുന്നത്. അപ്പൊ ഞാൻ ക്യാമറ ഓഫ് ചെയ്താൽ കുറച്ചുകൂടി നന്നാവും തോന്നുന്നുണ്ട്. ബ്രേക്ക് ആവുന്നുണ്ട് നജയുടെ വോയിസ്. ഒന്നും ക്ലിയർ അല്ല. ഹലോ. ഹലോ. ഇപ്പൊ ഓക്കെയാണ്. ക്ലിയർ ഉണ്ട്. ക്യാമറ ഓഫ് ചെയ്തോളാം. ഓക്കെ. ഇപ്പൊ പറഞ്ഞ പോലെ ഞങ്ങളെ സീനിയേഴ്സ് ആണ് ആദ്യമായിട്ട് CUT കോച്ചിങ് അല്ലെങ്കിൽ CUT എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. ഞങ്ങൾ സെക്കൻഡ് ബാച്ച് ആണ്. അപ്പം +2 പഠിക്കുമ്പോഴാണ് നമുക്ക് വലിയ ഐഡിയ ഇല്ല എന്താ CUT അല്ലെങ്കിൽ എന്താ ഇതിന്റെ പാറ്റേൺ എന്താ വെച്ചാ. ഞാൻ ഹ്യൂമാനിറ്റീസ് ബാച്ച് ആണ്. അപ്പൊ നമ്മള് ഫസ്റ്റ് തന്നെ ഹ്യൂമാനിറ്റീസ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ എൻട്രൻസ് എക്സാം എഴുതുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നീറ്റ് പോലെയോ ഇതുപോലെ ഒന്നും എൻട്രൻസ് എക്സാം ഇല്ലല്ലോ എന്നുള്ള എക്സ്പെക്ടേഷനിലാണ് ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തത്. എന്താ വെച്ചാൽ എൻട്രൻസ് എക്സാം ഭയങ്കര എന്താ ഭയങ്കര പേടിയാണ് എൻട്രൻസ് എക്സാം എഴുതാൻ, അറിയില്ലല്ലോ. അതുകൊണ്ട് അതുകൊണ്ട് ഹ്യൂമാനിറ്റീസ് എടുത്തതാണ്. അപ്പൊ എന്താ സെൻട്രൽ യൂണിവേഴ്സിറ്റിനെ പറ്റി +2 പഠിക്കുമ്പോൾ പ്ലസ് ടു എടുക്കുമ്പോഴാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിനെ പറ്റിയും എല്ലാം അവെയർ ആയത്. അപ്പോഴാണ് CUT പറഞ്ഞ എക്സാം ഉണ്ടെന്ന് അറിയുന്നത്. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഗൈഡ് ചെയ്യാനോ ഒന്നും ആരും ഇല്ല, ആർക്കും അറിയില്ല. +2 പഠിക്കുന്ന ഹൈസ്കൂളിലെ ടീച്ചേഴ്സിന് പോലും ഭയങ്കരമായിട്ടുള്ള ഇതൊന്നും ഇല്ല. CUT വെച്ചാൽ എന്താ അവർക്ക് നമ്മളെ ഗൈഡ് ചെയ്യാൻ അറിയില്ല. അപ്പോഴാണ് ഞാൻ പോളിഗ്രേഡിനെ വെച്ച് അറിയുന്നത്. പോളിഗ്രേഡ് തുടങ്ങിയ ടൈം എങ്ങാണ്ട് അത്. അങ്ങനെ പോളിഗ്രേഡിൽ ജോയിൻ ചെയ്ത് ഫസ്റ്റിന് റാഫിക് സാർ ആയെന്ന് തോന്നുന്നു മെന്റർ. റാഫിക് സാറാണ് മെന്റർ തോന്നുന്നു. അപ്പൊ ഞാൻ റാഫിക് സാർ നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്താ ത്രൂ ഔട്ട് ദ ജേർണി റാഫിക് സാർ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. അതുപോലെ തന്നെ സദിക് സാർ, ലത്തീഫ് സാർ എല്ലാവരും തന്നെ. പിന്നെ പിന്നെന്താ പിന്നെ ഞങ്ങള് ബേസിക്കലി CUTക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ടൈം വേസ്റ്റ് ചെയ്യരുത്. സിലബസ് അത്യാവശ്യം +2ലുള്ള സിലബസ് തന്നെയാണ്. അപ്പം +2 പഠിച്ചതാണല്ലോ എന്ന് വെച്ചെങ്ങാന് എന്താ നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. അതുപോലെ തന്നെ NCERT പ്രിപ്പയർ ചെയ്യുക, എല്ലാം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക, POK റിവൈസ് ചെയ്യുക. അങ്ങനെ എക്സാമിന് വേണ്ടിയിട്ട് മൊത്തമായിട്ട് അങ്ങോട്ട് എന്ത് ചെയ്യുക, മൊത്തമായിട്ട് നമ്മള് ഫുള്ളി അവയർ ആയിട്ട് സമർപ്പിക്കണം. അല്ലാണ്ട് ഞാൻ ഭയങ്കര ഓവർ കോൺഫിഡന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ ഫുള്ളി പ്രിപ്പയർഡ് അല്ല. ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യില്ല. ഞാൻ തോന്നിയ പോലെ ക്ലാസ്സിന് കയറല്. ഞാൻ PDF നോക്കി മാത്രം പഠിക്കും. അങ്ങനെ അപ്പൊ നിങ്ങൾ ഈ മിസ്റ്റേക്ക് ഒന്നും ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾ മാക്സിമം ക്ലാസ് അറ്റൻഡ് ചെയ്യുക, POK ചെയ്യുക, എല്ലാം മോക്ക് ടെസ്റ്റ് ചെയ്യുക. മോക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് കുറെ ടെലഗ്രാം ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട്. സോ എന്താ ഇതിലൊക്കെ ജോയിൻ ചെയ്ത് അത്യാവശ്യം മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യാം. അങ്ങനെയാണ് ശരിക്കും. എന്നാലേ CUTയിൽ നമ്മൾ ചെയ്ത മിസ്റ്റേക്ക് നിങ്ങൾ ആവർത്തിക്കാണ്ടിരിക്കണമെങ്കിൽ ഫുള്ളി പ്രിപ്പയർഡ് ആവണം. പിന്നെ
പിന്നെ എക്സാം എഴുതുമ്പോൾ കുറെ മിസ്റ്റേക്ക് ആവർത്തിക്കാണ്ടിരിക്കുക. ലൈക്ക് നിങ്ങൾ അത്യാവശ്യം കോൺഫിഡന്റ് ആണെങ്കിൽ കൂടി അറിയുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൂടി ഒരു കറക്റ്റ് ഓർ ഇൻകറക്റ്റ് ആൻസർ മതി എല്ലാം പോവാൻ വേണ്ടിയിട്ട്. സോ ഇതൊക്കെ ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഹലോ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മൈക്ക് ഓപ്പൺ ചെയ്തിട്ട് ചോദിക്കാട്ടോ. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? നമ്മൾ ഓൾമോസ്റ്റ് സമയമായിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഷിഫാന മാം ഡീറ്റെയിൽ ആയിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയെ കുറിച്ചും അതുപോലെ തന്നെ നജ ഫാത്തിമ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. CUT ജനറൽ സെഷനുകളും അതുപോലെ തന്നെ ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ കുറിച്ചുള്ള CU സ്റ്റോറി സെഷനുകൾ വരും ദിവസങ്ങളിൽ വരുന്നുണ്ട്. അപ്പം തീർച്ചയായും നിങ്ങൾ എല്ലാവരും +2 ബോർഡ് എക്സാമിന്റെ തിരക്കിലായിരിക്കാം. അപ്പം നന്നായിട്ട് അത് തന്നെ ഫോക്കസ് ചെയ്യുക. അതിനോടൊപ്പം പഠിക്കുന്നതോടൊപ്പം CUT അതുപോലെ തന്നെ മറ്റു കോമ്പറ്റേറ്റീവ് എക്സാമിനെ കുറിച്ചുള്ള ഒരു സീരിയസ്നെസ് നിങ്ങൾ മനസ്സിലുണ്ടാവുക. പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സാം കഴിയുമ്പം കംപ്ലീറ്റ് മറന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. പോളിഗ്രേഡ് എപ്പോഴും നിങ്ങളെ കൂടെയുണ്ട്. നമ്മൾ ഒരിക്കലും കമ്പൽ ചെയ്യാത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. നിങ്ങൾക്ക് കൃത്യമായ ഒരു കൺസിസ്റ്റൻസ് ആയിട്ട് പഠനം നടക്കുന്നില്ല എങ്കിൽ മാത്രം നിങ്ങൾ കോച്ചിങ്ങിന് കൂടുക. പിന്നെ നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ പ്രൊവൈഡ് ചെയ്യുന്ന ഡെയിലി ടെസ്റ്റുകൾ അതുപോലെ തന്നെ മെറ്റീരിയൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കൃത്യമായി പിയർ കമ്മ്യൂണിറ്റി കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ പറ്റുന്ന രീതിയിൽ, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ്, കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ വളരെ ചുരുങ്ങിയ അവസ്ഥയിലാണ് CUT വരലോടുകൂടി. നേരത്തെ നല്ലൊരു ശതമാനം മലയാളീസും ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ CUT വരലോടുകൂടി വളരെ പിന്നോട്ട് പോയ അവസ്ഥയാണ്. അത് നമുക്ക് മറികടക്കണമെങ്കിൽ ഇതുപോലെയുള്ള ഒരുപാട് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും അതുപോലെ തന്നെ കൂട്ടമായിട്ടുള്ള ഒരുപാട് ഓർഗനൈസേഷൻ്റെ കൂടി സപ്പോർട്ട് കൂടി മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ ഓറിയന്റേഷൻ പ്രോഗ്രാമുകളും ഫ്രീ ഗൈഡൻസ് പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുള്ളത്. അപ്പം ഏത് ആവശ്യവുമായി ബന്ധപ്പെട്ട് കൃത്യമായി നിങ്ങൾക്ക് പോളിഗ്രേഡിനെ നമ്മളെ കണക്ട് ചെയ്യാം. കൃത്യമായിട്ട് ഫാക്കൽറ്റീസും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസ് കണക്റ്റും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾ കൂടെ ഉണ്ടാവും. ഈ പ്രോഗ്രാമിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മളോട് സംസാരിച്ച ഷിഫാന മാം അതുപോലെ തന്നെ നജ മാമിനും പോളിഗ്രേഡിന്റെ എല്ലാ നന്ദിയും സന്തോഷങ്ങളും അറിയിക്കുകയാണ്. അതുപോലെ ഇതിൽ പങ്കെടുത്ത മുഴുവൻ സ്റ്റുഡൻസിനും പോളിഗ്രേഡിന്റെ എല്ലാ സന്തോഷങ്ങളും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അടുത്ത നാളെ വീണ്ടും മൈത്രിയുമായി കൊളാബ് ചെയ്തുകൊണ്ടുള്ള ഒരു ജനറൽ ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ വരുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് CUT-യെ കുറിച്ചും മറ്റു ഡൗട്ടുകളൊക്കെ ചോദിക്കാനുള്ള അവസരം ഉണ്ടാവും. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. താങ്ക് യു ഓൾ.